ചെറുപുഴ പഞ്ചായത്തിലെ കരിയക്കരയിൽ സാമൂഹിക വിരുദ്ധർ കൃഷികൾ നശിപ്പിച്ചു. മുളക്കുഴിയിൽ ജോണി പാട്ടത്തിനെടുത്ത സ്ഥലത്തെ കൃഷികളാണ് നശിപ്പിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. ഈ വർഷം നട്ട കപ്പ, ചേന തുടങ്ങിയ കൃഷികൾ പിഴുതെടുത്ത് നശിപ്പിക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ ജോണി കൃഷിയിടത്തിലെത്തിയപ്പോഴാണ് കൃഷികൾ നശിപ്പിക്കപ്പെട്ടതായി കണ്ടത്. ഇന്ന് രാവിലെ ഏറ്റപ്പോഴാണ് നമ്മൾ പള്ളി പോകാൻ വേണ്ടി കുളിക്കാൻ നോക്കുമ്പോൾ ആണ് ഇങ്ങനെ സംഭവം കണ്ടത്. വന്ന് നോക്കിയപ്പോൾ ആദ്യം വിചാരിച്ച് പന്നിയായിരിക്കും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സംഭവം കണ്ടു. പിന്നെ അടുത്ത് ചെന്ന് ഷൂവിൻ്റെ പാടൊക്കെ കാണുന്നുണ്ടല്ലോ. അത് കാരണം ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങിയില്ല. അവിടം വരെ വന്നിട്ട് തിരിച്ച് നിന്നു. അപ്പം ഷൂവിൻ്റെ പാടുള്ളതുകൊണ്ട് പിന്നെ അങ്ങ് നോക്കിയാലേ ആരെങ്കിലും വന്ന് നോക്കുന്നുണ്ടെങ്കിൽ അവർ നോക്കട്ടെ വിചാരിച്ചിട്ട് നോക്കി താഴോട്ട് ഇറങ്ങിയില്ല. പിന്നെ അവർ ആദ്യം വന്നവരെല്ലാം വന്ന് ഷൂവിൻ്റെ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഒരു 100 കോടി കപ്പ, 150 കോടി കപ്പയും കുറച്ച് ചേനയുണ്ട്. തുടർന്ന് ജോണി ചെറുപുഴ പോലീസിൽ പരാതി നൽകി. കേസെടുത്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാർഷിക വിളകൾ നശിപ്പിച്ച സാമൂഹിക വിരുദ്ധർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച കേരള കോൺഗ്രസ് എം പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡെന്നി കാവാലം, CPI പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി അംഗം CBM തോമസ് എന്നിവർ ആവശ്യപ്പെട്ടു. കരിയക്കരയിൽ താമസിക്കുന്ന മുളങ്കുഴി ജോണിച്ചേട്ടൻ, അദ്ദേഹം മികച്ച ഒരു കർഷകനും ഇടവിള കൃഷികളൊക്കെ ചെയ്ത് ഉപജീവനം നയിച്ചുകൊണ്ടുപോകുന്ന ഒരാളാണ്. ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്ന വളരെ ദയനീയമായ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ കാണുന്നത്. അദ്ദേഹം കൃഷി ചെയ്ത കപ്പയും അതുപോലെ ചേനയുമൊക്കെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഏതോ സാമൂഹ്യ വിരുദ്ധർ എന്ന് നമുക്ക് സംശയിക്കാവുന്ന രീതിയിലാണ്. കാരണം കാൽപ്പാടുകളുമൊക്കെ, ഷൂവിൻ്റെ പാടുകളൊക്കെയാണ് കപ്പയുടെയൊക്കെ ചുവട്ടിൽ കൂടെ കാണുന്നത്. ഇത്തരത്തിൽ ഇടവിള കൃഷിയൊക്കെ ചെയ്ത് വളരെ മാതൃകാപരമായ ഒരു കൃഷിരീതി അവലംബിച്ചുകൊണ്ട് ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഉപജീവന മാർഗം നശിപ്പിക്കുക എന്നുള്ളത് ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഇന്ന് പോലീസൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ അന്വേഷണമൊക്കെ നടത്തി എത്രയും പെട്ടെന്ന് തന്നെ കുറ്റവാളികളായവരെ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ച് കരിയക്കരക്കാരെല്ലാം വിശ്വസിക്കുന്നത്.